നേർക്ക് അടിയെങ്കിൽ അടിയാ. സുലോചനനെ എന്നെ അടിക്കണമെങ്കിൽ അയാൾ നേരിട്ട് വരണം. അയാൾ ഇത്രയും ചീപ്പ് പ്രവർത്തനമല്ല കാണിക്കേണ്ട. ഈ സ്കൂട്ടറിൽ കയറി ഇരുന്നിട്ട് മറ്റേന്ന് വിളിച്ചിട്ടാണ് അവൻ സംസാരിക്കുന്നത്. എന്നെ കാണിച്ചു തരാം അടി. ഞാൻ കമ്മ്യൂണിസ്റ്റ് ആണെങ്കിൽ പക്ഷെ മുഖത്ത് നോക്കി തള്ളക്കി വിളിച്ച് അവനെ ഒരു പിടിച്ച് തള്ളി മാറ്റണം. അല്ലെങ്കിൽ ഇത് ഇപ്പോൾ ഒരു പെൺകൊച്ചുണ്ട്, കമ്മ്യൂണിസ്റ്റുകാരെല്ലാം BJP കൗൺസിലർമാരെ കാണിക്കാനിരിക്കുകയാണ്. അത് കാണേണ്ട കാര്യം എനിക്കുമില്ല. ഇങ്ങനെ പറഞ്ഞു വിടാൻ നിനക്ക് എന്തോന്ന് അധികാരം, നീ ആരടി, നീ ഇന്ന് വന്നിട്ട് 3 ആയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പിന്നീട് ഞാൻ അറിഞ്ഞു പഴയ കൗൺസിലർ സുലോചനൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഇവർ കൂടി എന്തൊക്കെ പറയണം ഈ രീതിയിൽ. ഇത് മറ്റൊരാൾക്കും പ്രചോദനമല്ലേ? ആർക്കും കയറി അടിച്ചിട്ട് പോകാനുള്ളതാണോ ഒരു ജനപ്രതിനിധി? അതും ഭരിക്കുന്ന പാർട്ടിയുടെ നീ പുറത്തിറങ്ങിപ്പോൾ നിൻ്റെ അടുത്ത് പോകാനാണ് പറഞ്ഞത്. എനിക്ക് തലയ്ക്ക് അടിയേറ്റിട്ടുണ്ട്. അതിപ്പോൾ ഉള്ളിൽ ആന്തരികമായിട്ടുണ്ടായോ ഇല്ലേ എന്നുള്ളത് ഇനി പിന്നീട് അറിയാൻ പറ്റില്ല. വീട് കയറി ആക്രമിച്ചു, അതായത് CPM പ്രവർത്തകൻ വീട് കയറി ആക്രമിച്ചു എന്നും പറഞ്ഞൊരു വാർത്ത വന്നിരുന്നു. ചാനലിലെ കണ്ടു, അങ്ങനെയാണ് വന്നത്. അതിന്റെ എന്താണ് അതിന്റെ സത്യാവസ്ഥ എന്താണ്? ഈ ഇന്ന് ആക്രമിക്കാൻ വന്ന വ്യക്തി CPM ആണോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്ത് രാഷ്ട്രീയം ഉണ്ടെന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഞാൻ കൗൺസിലറായി വന്നിട്ടൊരു 2.5 മാസം കഴിഞ്ഞു. ഈ 2.5 മാസത്തിന് മുന്നേ നേരത്തെയുള്ള കൗൺസിലർ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ ജൈവ മാലിന്യങ്ങൾ എടുക്കാനായിട്ട്, ഫുഡ് വേസ്റ്റ് എടുക്കാനായിട്ട് വെച്ചിരുന്ന ഒരു ടീമുണ്ടായിരുന്നു. ആ 4-5 പേരിൽ ഒരാളാണ്. അപ്പം എനിക്ക് വന്ന സമയം മുതലേ എനിക്ക് ഈ വ്യക്തിയെക്കുറിച്ച് മോശമായ കാര്യങ്ങളാണ് ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നത്. HIA അടിക്കാനായിട്ട് രാത്രി ആളെ കൊണ്ടുവന്നു, വാളും കൊടുവാളുമായിട്ട് വന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ പുള്ളിയെ ഒരിക്കൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഈ ഫുഡ് വേസ്റ്റ് എടുക്കണ ഇദ്ദേഹത്തിൻ്റെ ഒരു ഭാര്യ ശാന്തിനി എന്ന് പറഞ്ഞൊരു ലേഡിയുണ്ട്. അപ്പോൾ ആ ലേഡിയെ കഴിഞ്ഞ കൗൺസിലറെ മാറ്റി നിർത്തിയെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. ഇവരെ തിരിച്ചെടുക്കണമെന്നുള്ളൊരു ആവശ്യമായിട്ടൊക്കെയാണ് ഇവരെന്നെ സമീപിച്ചത്. അപ്പം ഞാൻ വന്നതേ ഉള്ളൂ. എനിക്ക് എല്ലാവരെയും യഥാർത്ഥ കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല. അപ്പം ഞാൻ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളങ്ങനെ ഒരു മീറ്റിംഗ് വിളിച്ചു. ഫസ്റ്റ് മീറ്റിംഗ് പൂന്തുറ സർക്കിളിൽ വെച്ചിട്ടായിരുന്നു. ആ മീറ്റിങ്ങിൽ തുടക്കത്തിൽ തന്നെ ഇവർ 2 പേര്, ഈ ശാന്തിനി എന്ന് പറഞ്ഞൊരു വ്യക്തിയും ബീന എന്ന് പറഞ്ഞ വ്യക്തിയും മുന്നിലിരുന്ന് വളരെ മോശമായിട്ട്, അത് ഇരിക്കുന്നതൊരു കൗൺസിലറാണ്, കൗൺസിലറുടെ ആദ്യത്തെ മീറ്റിംഗ് ആണ്, കൂടെ ഇരിക്കുന്നത് HI ആണെന്നൊന്നുമുള്ള ഒരു ബോധമില്ലാതെ വളരെ മോശമായിട്ട് പ്രതികരിച്ചു ആദ്യ ദിവസം തന്നെ. അന്ന് വല്ലാത്തൊരു മൂഡിലാണ്. അത് നമുക്ക് ആ മീറ്റിംഗ് തന്നെ പിരിച്ചുവിടേണ്ടെന്നൊരു സാഹചര്യമായിരുന്നു. അത് കഴിഞ്ഞ് 2ാമത്തെ മീറ്റിംഗ് വിളിക്കുമ്പോൾ ഇവിടാണ് ഓഫീസ്, ഇത് ഓഫീസാണ്, ഓഫീസിലാണ് വിളിക്കുന്നത്. ഓഫീസും വീടും ഒന്നാണ്. ഞാൻ ഇതിനു വേണ്ടി ഇവിടെ വീട് എടുത്ത് വാടകയ്ക്ക് താമസിക്കുകയാണ്. ഇതിൻ്റെ കാർ ഷെഡ് ഓഫീസാക്കിയിട്ട് ഞാൻ ഉപയോഗിക്കുകയാണ്. 2.5 മാസം കൊണ്ട് ഇത്തരത്തിലൊരു വിഷയമില്ല. പക്ഷേ ഈ മീറ്റിംഗ് 2ാമത് കൂടിയ ദിവസവും ഇതേപോലെ ഇവർ വിഷയം ഉണ്ടാക്കി. അപ്പോൾ ഇതിൻ്റെ പിന്നീട് ഞാൻ അറിഞ്ഞു പഴയ കൗൺസിലർ സുലോചനൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഇവർ കൂടി എന്തൊക്കെ പറയണം, ഏത് തരത്തിൽ പ്രതികരിക്കണം എന്നൊക്കെ തീരുമാനിച്ചിട്ട് വന്നതാണെന്ന് അറിഞ്ഞു. പക്ഷെ ഞാൻ അതിനൊന്നും അതെ CPI അതെ ആ പുള്ളിയും പുള്ളിയുടെ മകനും ഇവരെല്ലാവരുമായിട്ട് ഇവിടെ പരവംകുന്ന് ജംഗ്ഷനിലും അദ്ദേഹത്തിൻ്റെ വീട്ടിലും ഒക്കെ ഒന്ന് കൂടിയതിന് ശേഷമാണ് ഈ 2ാമത്തെ എൻ്റെ വീട്ടിലെ ഫസ്റ്റ് മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യാൻ വന്നു. പിന്നീടാണ് ഞാൻ അറിഞ്ഞത്. ഇതിനും ബഹളമായിരുന്നു. അപ്പോൾ ഞാൻ പറയുകയാണ്, നിങ്ങൾ വെയിറ്റ് ചെയ്യും. ഞാനൊരു കൗൺസിലറല്ലേ, ഞാൻ ഓരോരുത്തർ HI പറഞ്ഞത് കേട്ടു. ഇനി അടുത്ത നിങ്ങൾ ഓരോരുത്തർ പറയണ കേൾക്കാം. പക്ഷേ ഇതിനൊന്നും സമ്മതിക്കാതെ ഈ സ്ത്രീ വളരെ മോശമായിട്ട്, അപ്പോൾ 2ാമത്തെ സ്ത്രീ ഞാനിത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒന്ന് ഒതുങ്ങിയതിന് ശേഷം അവർ മിണ്ടാതിരുന്നു. പക്ഷേ ഇവർ വളരെ മോശമായിട്ട്, കാരണം ഇവരെല്ലാം മുൻധാരണയോടുകൂടിയാണ് അന്നും വന്നിരുന്നത്. അന്ന് നമുക്കിതൊന്നും ബുദ്ധി അത്രയ്ക്കൊന്നും പോയിട്ടില്ലായിരുന്നു. മീറ്റിങ്ങിൽ വളരെ പരസ്യമായിട്ട് മോശമായിട്ട് സംസാരിച്ച് നിർത്താൻ പറഞ്ഞു. 3-4 തവണ നിർത്താൻ പറഞ്ഞിട്ട് നിർത്താതെ വന്ന സമയത്ത് ഞാൻ പറഞ്ഞു മീറ്റിങ്ങിൽ നിന്ന് പുറത്തു പോകാൻ പറഞ്ഞു. നിങ്ങൾ ഇത്രയും അനുസരണക്കേട് HIയോടും ഒരു പുതുതായിട്ട് വന്ന കൗൺസിലറാണ്, കൗൺസിലർക്ക് യാതൊരു വിലയും ഇല്ല എന്നല്ലേ എൻ്റെ അർത്ഥം. നിങ്ങളൊരു വിലയും തന്നിട്ടില്ല എന്നല്ലേ അർത്ഥം. നിങ്ങളുടെ രാഷ്ട്രീയം എന്തുമായിട്ട് എനിക്കത് അറിയേണ്ട കാര്യമില്ല. പക്ഷേ ജോലി കൃത്യമായിട്ട് ചെയ്തേ പറ്റുള്ളൂ. ഇവിടെ ഇത്തരം മീറ്റിങ്ങുകളിൽ നിങ്ങൾ നമ്മളെപ്പോലുള്ളവരുടെ അടുത്ത് രാഷ്ട്രീയത്തോടെ സംസാരിക്കാൻ പാടില്ല. അത് ഞാനായാലും ഇപ്പം മേയർ ഉൾപ്പെടെയുള്ള മീറ്റിങ്ങിന് മേയർ പറയുന്ന ഒരു പക്ഷേ തെറ്റായിരുന്നാലും നമ്മൾ പ്രതികരിക്കാൻ പാടില്ല. നമ്മൾ അതിൻ്റെ കീഴിലേ വരുന്നുള്ളൂ. അതുപോലെ നിങ്ങൾ എന്തുകൊണ്ട് എന്നെ കാണുന്നില്ല എന്നൊക്കെ ചോദിച്ചാൽ അന്ന് പറഞ്ഞു വിട്ടായിരുന്നു. ഇവിടുന്ന് ഇറക്കി വിടുമ്പോഴും അവർ നേരെ ഈ സുലോചനൻ എന്ന വ്യക്തിയെ കാണാനാണ് പോയിട്ടുള്ളത്, മുൻ കൗൺസിലറെ. അത് ഞാൻ വേറെ ആൾക്കാർ പറഞ്ഞു, ഇന്ന സ്ഥലത്ത് നിൽക്കുന്നു, അവരുടെ വീട്ടിനകത്തുണ്ടായിരുന്നു. അത് കഴിഞ്ഞൊരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ ഈ സുലോചനൻ എന്ന് പറഞ്ഞ മുൻ കൗൺസിലറുടെ സഹോദരി എന്നും പറഞ്ഞിട്ടൊരു പ്രായമുള്ളൊരു ലേഡി, കല്ലടിമുഖം ഫ്ലാറ്റിൽ താമസിക്കുന്നവർ ഇവിടെ വന്ന് കിടന്നിട്ട്
ഭയങ്കരമായിട്ട് റോഡ് സൈഡാണ് വീട്, ചീത്ത വിളിയും ബഹളമായിരുന്നു. ഇങ്ങനെ പറഞ്ഞു വിടാൻ നിനക്ക് എന്തോന്ന് അധികാരം, നീ ആരടി, നീ ഇന്ന് വന്നിട്ട് 3 ആയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഇത് എന്തോ നാശകാലത്തിനാണ്, വീടിൻ്റെ മുന്നിൽ എന്ന് പറഞ്ഞാൽ അനാവശ്യം പറയാൻ പറ്റില്ല. നിങ്ങളും ഞാനുമായിട്ട് ഒരു ഇടപാടുമില്ല, നിങ്ങളും നഗരസഭയായിട്ട് ഒരു ഇടപാടുമില്ല, നിങ്ങളും വേസ്റ്റ് എടുക്കണവരുമായിട്ട് ഒരു ഇടപാടില്ല. പിന്നെ നിങ്ങൾ എന്ത് കണക്കിൽ എന്നെ ചീത്ത വിളിക്കും? അത് ഞാൻ സുലോചനൻ്റെ സഹോദരിയാണ്, സുലോചനെ വല്ലതും വന്നാൽ എനിക്കും വരുമെന്ന് അന്ന് ഒരു വിരട്ട് കൊടുത്ത് വിട്ടു. പക്ഷേ ഇത് അറിഞ്ഞുകൊണ്ട് സുലോചന ഇടപെട്ട് വഴക്ക് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. നമുക്ക് അറിഞ്ഞൂടാ, അതൊക്കെ അവരുടെ കാര്യം. അത് കഴിഞ്ഞ് ഏതാണ്ട് 1.5 മാസമായി. അപ്പം നമുക്ക് എല്ലാ മാസവും അവലോകനം വിളിക്കേണ്ടതാണ്, ഹരിതകർമ്മ സേനയുടേതും ഈ ഫുഡ് വേസ്റ്റ് എടുക്കുന്നതും. ഇപ്രാവശ്യം ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ചിട്ട് നിരവധി പരാതികൾ വന്നു. പല റെസിഡൻസിൽ നിന്നും കൃത്യമായിട്ട് പ്ലാസ്റ്റിക് എടുക്കുന്നില്ല ഹരിതകർമ്മ സേന, ഫുഡ് വേസ്റ്റ് കൃത്യമായിട്ട് എടുക്കുന്നില്ല എന്ന് ഏതാണ്ട് എല്ലാ അസോസിയേഷനിൽ നിന്നും പരാതി വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ JHI പ്രതീക്ഷനാണ് ഇവിടെ ചാർജ്, അമ്പലത്തറ വാർഡിൻ്റെ ചാർജ്. പുള്ളിക്കാരനെ വിളിച്ചിട്ട് പറഞ്ഞു പരാതി നിരവധി വരുന്നുണ്ട്, നമുക്കൊരു മീറ്റിംഗ് കൂടാതെ പറ്റില്ല, യോഗം കൂടി നമുക്ക് ഇനിയൊരു വ്യവസ്ഥ ഉണ്ടാക്കണം, ആര് എവിടെയൊക്കെ എടുക്കുന്നു, എത്ര വീടുകളുണ്ട്, അതിൻ്റെ ഒന്നും കണക്ക് എൻ്റെ കിട്ടിയിട്ടില്ല. അപ്പോഴൊക്കെ JHI പറയണമെന്ന് വെച്ചാൽ എനിക്കിതും കിട്ടിയിട്ടില്ല, ഞാൻ 1 വർഷമായിട്ട് ഇവരുടെ പുറകെ നടക്കുകയാണ്, ഇവർ ഈ രീതിയിലാണ് പെരുമാറുന്നത്, യാതൊരു ഉത്തരവാദിത്വം ഇല്ല എന്നാണ്. അങ്ങനെയാണ് ഇന്ന് മീറ്റിംഗ് വിളിക്കുന്നത്. ഇന്നലെ വരെ എനിക്ക് ഇത്തിരി തിരക്കായിരുന്നു, ഇന്ന് രാവിലെ 9 മണിക്ക് മീറ്റിംഗ് വിളിച്ചു. ഹരിതകർമ്മ സേന വേറെയാണ്, അതാണ് നഗരസഭയുടെ റെക്കോർഡിലുള്ളത്. ഫുഡ് വേസ്റ്റ് എടുക്കാൻ ഹരിതകർമ്മ സേനയ്ക്ക് അവകാശമില്ലാത്തതുകൊണ്ട് ഈ പുള്ളി തന്നെ, കഴിഞ്ഞ കൗൺസിലർ തന്നെ നിയമിച്ച 4-5 പേരാണ് ഫുഡ് വേസ്റ്റ് എടുക്കാനായിട്ടുള്ളത്. അവരെ തന്നെ ഞാൻ കണ്ടിന്യൂ ചെയ്ത് പോണത് ഈ മാറ്റി നിർത്തപ്പെട്ട പെൺകൊച്ചിനെ ഞാൻ തിരിച്ചെടുത്തില്ല എന്നുള്ളൊരു കാര്യമാണ് എന്നിൽ നിന്ന് സംഭവിച്ചേക്കണേ. അത് ഞാൻ ഇന്നത്തെ മീറ്റിങ്ങിൽ ഹരിതകർമ്മ സേനയുടെ മീറ്റിംഗ് കഴിഞ്ഞ് ഫുഡ് വേസ്റ്റിൻ്റെ മീറ്റിംഗ് വന്ന സമയത്ത് ഇത് സംസാരിക്കുമ്പോഴാണ് ഇവരുടെ ഭാഗത്തു നിന്ന് വന്ന് ഇവരെ മാറ്റി നിർത്തിയാണ് കഴിഞ്ഞ മീറ്റിങ്ങിൽ ഞാൻ പറയാതെ കയറരുതെന്ന് പറഞ്ഞു വിട്ട സ്ത്രീ കഴിഞ്ഞ 1.5 മാസമായിട്ട് നവോദയ റെസിഡൻസ് അസോസിയേഷനിലെ ഫുഡ് വേസ്റ്റ് എടുക്കുകയാണ്. അത് ഇന്നത്തെ മീറ്റിങ്ങിലാണ് ഞാൻ അറിയുന്നത്. ഇന്നത്തെ മീറ്റിങ്ങിൽ അതറിയുമ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, ഈ പറഞ്ഞ വ്യക്തിയോട് ചോദിച്ചു, എന്തുകൊണ്ട് നിങ്ങൾ ഇതെൻ്റെ കൂടെ നേരത്തെ പറഞ്ഞില്ല? ഞാൻ മാത്രമല്ല, ഞാൻ HI അടങ്ങുന്ന ടീം മീറ്റിംഗ് കൂടി മാറ്റി നിർത്തിയ ഒരു വ്യക്തി വേസ്റ്റ് എടുക്കണമെങ്കിൽ അത് അറിഞ്ഞവർ നിങ്ങൾ പറയണ്ടേ. അപ്പം നിങ്ങളുടെ ഭാഗത്തും തെറ്റുണ്ട്. ആ രീതിയിൽ സംസാരിച്ചു. യാതൊരു കാരണവശാലും ഇനി ഒറ്റും അവരെ നിർത്തുന്ന പ്രശ്നമില്ല. ഞാനിത് മേയർക്ക് രേഖാമൂലം കത്ത് കൊടുക്കും, നടപടി എടുക്കും, മാറ്റി നിർത്താൻ പറഞ്ഞിട്ട് ഞാൻ ആ റെസിഡൻസ് അസോസിയേഷൻ്റെ ആളിനെ വിളിച്ചിട്ട് പറഞ്ഞു, ശാന്തിനിയാണ് ആരാണ് വേസ്റ്റ് എടുക്കുന്നത്, അത് ശാന്തിനിയാണ്. ശാന്തിനിയെ നമ്മൾ മാറ്റി നിർത്തിയതാണ്. എങ്ങനെയാണ് ഇവിടെ വന്ന് എടുത്തതെന്ന് എനിക്കറിയില്ല. ഞാൻ ഇത് വീണ്ടും മാറ്റി നിർത്തുകയാണ്. നിങ്ങൾക്ക് ഞാൻ വേറൊരാളിനെ തരും, അവർ വന്നായിരിക്കും നാളെ മുതൽ വേസ്റ്റ് എടുക്കണം. അപ്പോൾ ആ പുള്ളിക്കാരൻ പ്രസിഡൻറ്റ് പറഞ്ഞു, മാഡം അതൊരു മാറ്ററായിട്ട് എഴുതി എനിക്ക് അയച്ചു തരികയോ, നമുക്ക് നിരവധി ഗ്രൂപ്പുണ്ട്, റെസിഡൻസ് അസോസിയേഷൻ്റെ ഗ്രൂപ്പുണ്ട്, വാർഡ് സഭ എന്ന് പറഞ്ഞിട്ട് സാധാരണക്കാരുള്ള ഗ്രൂപ്പുണ്ട്, അപ്പോൾ അതിൽ ഇവരുടെ റെസിഡൻസ് അസോസിയേഷനിലും ഇടാം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ വേറെ കുറേ കാര്യങ്ങളിൽ നമുക്ക് ഒന്നും വ്യവസ്ഥാപിതമല്ല, ഒന്നും വ്യവസ്ഥയില്ലാതാണ് തോന്നിയ പാടാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ വന്ന കൗൺസിലർ അവർക്ക് ആരുമല്ല, അവരംഗീകരിക്കാൻ തയ്യാറല്ല. ആ രീതിയിൽ 1-2 പേര് മാത്രം നമ്മളെ ഒന്ന് അംഗീകരിച്ചിട്ടുണ്ട്. ബാക്കി എല്ലാവരും വളരെ ധാർഷ്ട്യത്തോടു കൂടി തന്നെയാണ് ഇന്നത്തെ മീറ്റിങ്ങിൽ ഇരുന്നത്. നമുക്കത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. 5 വർഷത്തേക്ക് എനിക്ക് നോക്കിയേ പറ്റുള്ളൂ. ജനങ്ങൾ എൻ്റെ അടുത്താണ് പരാതി പറയണം, ആ പരാതി പരിഹരിച്ചേ പറ്റൂ. വേസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടാകുമ്പോൾ നമ്മൾ കാര്യക്ഷമമായിട്ട് ഇടപെട്ടേ പറ്റുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് അത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ തീരുമാനം എടുക്കാനുണ്ടായിരുന്നു. ഏതാണ്ട് 9 മണിക്ക് തുടങ്ങിയ മീറ്റിംഗ് 11:15 അവസാനിച്ചു. അവരെല്ലാവരും പിരിഞ്ഞ് പോവുകയും ചെയ്തു. ഇത് കഴിഞ്ഞ് 2 ടീം എന്നെ കാണാനായിട്ട് വന്നു. ഒരാൾ ഏതാണ്ട് ഒരു 15-20 മിനിറ്റോളം എന്നെ സംസാരിക്കാനുണ്ടായിരുന്നു. അത് രണ്ടാമത്തെ ആൾ വന്നപ്പോഴും അവർ വിഷയങ്ങളുമായിട്ട് വന്നതാണ്. 10 മിനിറ്റോളം സംസാരിച്ചു. അവരെല്ലാം ഒഴിഞ്ഞതിന് ശേഷം 12 മണിയോടുകൂടിയാണ് ഞാൻ അകത്തേക്ക് കയറണം. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ദിവസം ചായ പോലും ഇട്ടിട്ടില്ല. പിള്ളേർ, എൻ്റെ 2 മക്കളുണ്ട്, 2 മക്കൾ ലീവിന് വന്ന് നിൽക്കുന്ന സമയം, 10 ദിവസത്തേക്ക് പൊങ്കാലയ്ക്കായിട്ട് വന്നതാണ്. അപ്പോൾ അവരുടെ ഒരു സമയം രാത്രി വൈകിയാണ് കിടക്കുന്നത്, ഗൾഫ് ടൈമൊക്കെയാണ്. അവരൊരു 11 മണിക്കൊക്കെയാണ് ഉറക്കം എണീക്കണത്. ആ സമയം കണക്കാക്കി പോലും 11 മണിക്കും എനിക്ക് ചായ ഇട്ട് കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. 12 മണിക്ക് ഞാൻ കയറിയിട്ട് ചായ ഇടുന്ന 5 മിനിറ്റ് ആ 3 പേരുടെ, എൻ്റെയും 2 മക്കളുടെയും ചായ തിളച്ച സമയം, ഞാനത് ഡൈനിങ് ടേബിളിൽ കൊണ്ടുവയ്ക്കുന്ന സമയത്ത് പുറത്തൊരു ബഹളം കേൾക്കണം. അങ്ങനെയാണ് ഞാൻ ആരാന്ന് നോക്കാനായിട്ട് വരുമ്പോൾ ഇവിടെ ഇരിക്കുന്ന സ്റ്റാഫിൻ്റെ അടുത്ത് അങ്ങ് കയർത്തൊരുത്തൻ സംസാരിക്കുകയാണ്. ഹെൽമെറ്റ് വെച്ചിരുന്നതുകൊണ്ട് ആരെന്ന് പിടിയിട്ടില്ല. ഞാൻ ഈ ഗ്രില്ലിൻ്റെ അവിടെ വന്നിട്ട് ഞാൻ ചോദിക്കുകയാണ്, ഇത് ആരാണ്, എന്താണ് ആവശ്യം എന്ന് കഴിഞ്ഞപ്പോൾ ചോദിക്കും, ഞാൻ സതീഷാണ്. ഞാൻ ചെയ്ത് സതീഷ്. അപ്പോൾ ഹെൽമെറ്റ് അങ്ങ് മാറ്റി. അപ്പോൾ ഇവനെ ഞാൻ കണ്ടിട്ടുണ്ട്.
എന്നെ എന്തിനാണ് വേസ്റ്റ് എടുക്കുന്നതിൽ നിന്ന് മാറ്റിയത്? ഞാൻ പറഞ്ഞു നിങ്ങൾ ഒരു സതീഷ് എന്നുള്ള ഒരു വ്യക്തിയെ ഞാൻ മാറ്റിയിട്ടില്ലല്ലോ. അല്ല എൻ്റെ ഭാര്യ. ഞാൻ പറഞ്ഞ ആരാണ്? ശാന്തിനിയാണ്. ആ ശാന്തിനിയല്ല അവിടെ വേസ്റ്റ് എടുക്കണം, ഞാനാണ്. എന്നെ മാറ്റിയത് എന്തിനെന്ന് അറിയണം. ഞാൻ പറഞ്ഞു അത് അറിയാനൊന്നുമില്ല, കഴിഞ്ഞ പ്രാവശ്യമേ മാറ്റി നിർത്തിയതാണ്. അവർ വളരെ മോശമായിട്ട് മീറ്റിംഗ് നടക്കുന്ന സമയത്ത് കൗൺസിലർ എന്നുള്ള നിലയ്ക്ക് എന്നെയും HI എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തെ അപമാനിച്ചു. നിർത്താൻ പറഞ്ഞിട്ട് പോലും നിർത്താതെ 3-4 തവണ ആവർത്തിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് അവരെ മാറ്റി നിർത്തേണ്ടി വന്നത്. എന്നിട്ടും നിങ്ങൾ എൻ്റെ ആ ഒരു ഉത്തരവിന് യാതൊരു വിലയും കൽപ്പിക്കാതെ നിങ്ങളവിടെ വേസ്റ്റ് മാറ്റിയാണ്. അത് ഇന്നാണ് ഞാൻ ഇന്നത്തെ മീറ്റിങ്ങിന് അറിഞ്ഞു. അതുകൊണ്ട് മാറ്റിയ തീരുമാനമാണ്. അപ്പം വളരെ മോശമായിട്ട് നീ ആരടി, നിങ്ങൾക്ക് എന്തോന്ന് കാര്യം, നിങ്ങളിത് 3 ആയില്ല വന്നിട്ട് നമ്മൾ കുറേ കൗൺസിലറെ കണ്ടിട്ടുള്ള എന്നാന്ന് പറഞ്ഞിട്ട് പറയാൻ പാടില്ലാത്ത വാക്കുകളും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് വളരെ മോശമായിട്ടും എന്ന് വെച്ചാൽ കാരണം ഈ പയ്യൻ്റെ ഭാര്യ ശാന്തിനി കഴിഞ്ഞ മീറ്റിങ്ങിൽ അവൾ എന്നെ അടിച്ചില്ലെന്നേ ഉള്ളൂ. അതിന് തുല്യമാണ് ആ പുള്ളിക്കാരി അന്ന് സംസാരിച്ചത്. ഇവരെല്ലാം എന്തോ ഒരു മാനസികമായിട്ട് എന്തൊക്കെയോ വിഷയങ്ങളുള്ളവരാ, അല്ലെങ്കിൽ ഇങ്ങനെ പ്രതികരിക്കില്ല. ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ ആറ്റുകാൽ പൊങ്കാലൊക്കെ എന്നെ നീക്കിയ വേസ്റ്റ് പലയിടത്തും വീണ്ടും വീണ്ടും കണ്ടതായിട്ട് അതിലും ഇവരെയൊക്കെ കൊണ്ടിടുന്നതായിട്ട് ഇങ്ങനെ വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുഡ് വേസ്റ്റ് എടുക്കുന്നവര് കല്ലടി മുഖത്തുള്ള പ്ലാന്റ് ഉണ്ട്, അരച്ച് പൊടിയാക്കുന്ന പ്ലാന്റിലേക്കാണ് കൊടുക്കണേ. ഈ 2 പേര് അത് അവിടെ കൊടുക്കുന്നില്ല. അപ്പം അവരെ കൊടുക്കണ ഏജൻസി ഏതാണെന്ന് ഞാൻ അറിയണ്ടേ? ഇവർ ഏജൻസിക്ക് കൊടുക്കുന്നുണ്ടോന്ന് ഞാൻ അറിയണ്ടേ? ഇവർ ഈ വേസ്റ്റ് എടുത്ത് എവിടെ കൊണ്ട് തട്ടണമെന്ന് ഞാൻ അറിയണം. ഇവിടെ ഉള്ള വലിയ കൊടിയേറ്റി LDFകാർ വരെ എന്നെ അംഗീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഈ വിഷയത്തിന് വേണ്ടി അവരെന്ത് പറയണമെന്നുള്ളത് എനിക്ക് വിഷയമല്ല, പക്ഷേ സഹകരിക്കുന്നുണ്ട്. ഞാനൊരു കൗൺസിലർ എന്നുള്ള നിലയ്ക്ക് സത്യപ്രതിജ്ഞ ചെയ്തതനുസരിച്ച് തന്നെയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ആരെയും മാറ്റി നിർത്തിയിട്ടില്ല. അർഹതപ്പെട്ടവരുടെ കയ്യിൽ കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ള ഉദ്ദേശം. തുടങ്ങിയല്ലേ ഉള്ളൂ, 2 മാസമല്ലേ ആയുള്ളൂ. ഇനി 4 വർഷവും 8-9 മാസവും ഞാൻ ഇവിടെ തന്നെ നിൽക്കണ്ടേ? ഞാൻ അങ്ങനെ ആത്മാർത്ഥമായിട്ട് ഈ വാർഡിൽ പ്രവർത്തിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ മണക്കാട് വീട് ഒഴിഞ്ഞ് ഇവിടെ വീടെടുത്ത് താമസിക്കുന്നത്. എല്ലാ സൗകര്യത്തിനും ഇവിടെ ഓഫീസാക്കിയത്. ജനങ്ങൾക്ക് വരണ്ടേ? ഇതിനെല്ലാം ഉള്ള സൗകര്യത്തിന് നമ്മൾ കുടുംബസമേതം വീട് മാറി വന്ന് ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കാൻ തയ്യാറായി വരുമ്പോൾ എല്ലാവരും എന്നെ അംഗീകരിച്ച് തന്നെയാണ് പോണേ. ഈ 2.5 മാസത്തിലും എനിക്ക് മോശമായിട്ടൊരു അനുഭവം ഉണ്ടായിട്ടില്ല. പക്ഷേ ഇതിൻ്റെ പിന്നിൽ മുൻ കൗൺസിലറുടെ ശക്തമായ കരങ്ങളുണ്ട്. ഈ സതീഷ് എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നതിന് ശേഷം നിങ്ങളുമായിട്ടൊരു സംസാരവും ബഹളവും ഉണ്ടായതിനു ശേഷം ഇത് മർദ്ദനത്തിലോട്ട് എങ്ങനെയാണ് പോയത്? മർദ്ദനത്തിലോട്ട് ഇത് ആദ്യം ഇത് ഇങ്ങനെ പറഞ്ഞു, ഇവൻ വയലൻ്റ് ആവണമെന്ന് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഇറങ്ങിപ്പോടാന്ന് പറഞ്ഞു. കാരണം വേറൊരു പെൺകുട്ടി ഇവിടെ സ്റ്റാഫ് എന്നെക്കാളും പ്രായം ഒരുപാട് കുറഞ്ഞൊരു പെൺകൊച്ചാണ് ഇരിക്കണേ. അപ്പം ആ കുട്ടി നിൽക്കുന്ന ധൈര്യത്തിലോ എന്തോ ഇവൻ വീണ്ടും വളരെ മോശമായിട്ട്, അതായത് ഈ ഗുണ്ടകളെന്നൊക്കെ പറയാമെന്നുള്ളവർ തമ്മിൽ സംസാരിക്കും പോലെ കുറേ നേരം കണ്ടിട്ട് ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, എനിക്ക് ഈ തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ മേയറുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉണ്ട്, അത്തരം കാര്യങ്ങളായിട്ട് പോയി. ഇവർക്ക് പോകാൻ പറ്റില്ല. ഫുഡ് വേസ്റ്റ് എടുക്കാൻ നഗരസഭ ആരെയും ഏൽപ്പിച്ചിട്ടില്ല. അപ്പോൾ അതാത് വാർഡിലെ കൗൺസിലർമാരെ അതാത് സൗകര്യം അനുസരിച്ചും അല്ലെങ്കിൽ നഗരസഭ നിശ്ചയിച്ച ഏജൻസിക്കുമാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ കഴിഞ്ഞ കൗൺസിലർ കൊടുത്തത് ഇവർ 4-5 പേർക്കാണ്. അപ്പോൾ അത് ഞാൻ മാറ്റിയില്ല എന്നുള്ളതാണ് ഞാൻ ചെയ്ത തെറ്റ്. മാറ്റിയിട്ട് ഞാൻ നഗരസഭ അംഗീകരിച്ച ഒരു ഏജൻസിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ വിഷയം വരില്ല. അപ്പോൾ ഇത്രയും തോന്നിവാസം കാണിച്ച് അത് ഞാൻ ചെയ്തതാണ് കുറ്റമായത്. അപ്പോൾ ഈ രീതിയിൽ പ്രതികരിച്ച് ഇറങ്ങി പോകാൻ പറഞ്ഞിട്ട് പിന്നെ ഞാൻ നിന്നാ വശക്കേടാണ്. കാരണം പുള്ളി ആകെ വയലൻ്റാണ്. അതുകൊണ്ടാണ് ഞാൻ കയറി ഗ്രില്ല് അടച്ച് ഞാൻ വാതിൽ ശക്തമായിട്ട് അടച്ചിട്ട് ഞാൻ അകത്ത് കയറി പോയതാണ്. കാരണം എനിക്ക് ചായ കുടിക്കണം, മക്കൾ ചായ കുടിച്ചോ എന്ന് നോക്കണം. പക്ഷേ ഇവൻ പോകുമെന്ന് വിചാരിച്ചു, ഇവൻ പോയില്ല. വീണ്ടും ഈ സ്റ്റാഫിൻ്റെ അടുത്ത് ഏതാണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഈ സംസാരം വശക്കേടാണെന്ന് തോന്നിയപ്പോൾ ഞാൻ വീണ്ടും എനിക്ക് തിരിച്ചിറങ്ങേണ്ടി വന്നു. കാരണം അതൊരു പെൺകൊച്ചാണ്. എന്നെക്കാളും 10-20-25 വയസ്സിന് എളുപ്പമുള്ള ഒരു പെൺകൊച്ച് എൻ്റെ സ്റ്റാഫിനെ ഒറ്റയ്ക്ക് ഒരുത്തൻ്റെ മുന്നിൽ വിട്ടിട്ട് ഞാൻ കതവടച്ചിരിക്കണ ശരിയാണോ? അങ്ങനെയാണ് ഞാൻ രണ്ടാമത് ഇറങ്ങുന്നത്. രണ്ടാമത് ഇറങ്ങിയപ്പോഴും ഇവൻ ഈ രീതിയിൽ അങ്ങ് നിൽക്കുകയാണ്. അപ്പോഴും ഹെൽമെറ്റ് ഊരി അടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴും പിന്നെ തള്ളയ്ക്ക് വിളിയും കായും മായുമാണ്. അപ്പോൾ ഞാൻ ഒന്നാമത് അവൻ്റെ അമ്മയ്ക്ക് സമം പ്രായക്കാരിയായിട്ടുള്ള ഒരു സ്ത്രീ, ഒരു കൗൺസിലർ, 3ാമത്തെ ടേണ് കൗൺസിലറായത്, ഒരു വട്ടം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിരുന്നു. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ, ദേശീയ രാഷ്ട്രീയത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ ജില്ലയുടെ ജനറൽ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്നതാണ്. ചീത്തയൊക്കെ കേൾക്കണതിനൊരു പരിധിയില്ലേ? അങ്ങനെ കേൾക്കേണ്ട കാര്യമില്ലല്ലോ, അതിനുള്ള കാര്യമില്ലല്ലോ. അങ്ങനെ ഒരു പ്രകോപനം എൻ്റെ ഭാഗത്തുനിന്ന് വേണ്ടേ? നമ്മൾ അനാവശ്യം പറയരുത്, ചീത്ത പറയരുത് എന്നുള്ളത് പറഞ്ഞു ശരിയാണ്. നീ പുറത്തിറങ്ങിപ്പോൾ നിൻ്റെ അടുത്ത് പോകാനാണ് പറഞ്ഞതെന്നാണ് പറഞ്ഞുകൊണ്ടാണ് നീ ഇതുവരെ പോയില്ലേ എന്ന് ചോദിച്ചാണ് ഞാൻ ഗ്രില്ല് തുറന്നിറങ്ങണം, ഇങ്ങോട്ട് തട്ടി കയറി ഇങ്ങ് വരികയാണ്.
വലിയ ഡിസ്റ്റൻസ് ഇല്ലല്ലോ ഇവിടാണ് വലിയ ഡിസ്റ്റൻസ് ഇല്ല ഇങ്ങോട്ട്. ഈ ചോദിക്കണ അത്രയും നീ ആരടി മറ്റവളെ മറിച്ചവളെ വീട്ടിൽ ഇരിക്കുന്ന അച്ഛനെ വീട്ടിൽ ഇരിക്കുന്ന അമ്മയ്ക്ക് പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്. എൻ്റെ ശരീരത്തിൽ തൊടുവെന്നായപ്പോൾ ഞാനൊന്ന് തിരിച്ച് തള്ളിയതും ഈ ഹെൽമെറ്റ് മാറി അടിക്കുകയായിരുന്നു. ഫസ്റ്റ് അടി അങ്ങനെയായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ അവൻ ഇടത് കൈ കൊണ്ട് ഹെൽമെറ്റ് വെച്ച് അടിക്കുമ്പോൾ അത് എൻ്റെ ശരിക്കും പറഞ്ഞാൽ നിന്ന പൊസിഷനിൽ എൻ്റെ റൈറ്റ് സൈഡ് ഇവിടെ വന്ന് കൊള്ളേണ്ട, ഈ തലയുടെ വലതുവശത്താണ് കൊള്ളേണ്ടത്. പക്ഷേ ഞാൻ തിരിഞ്ഞു, എന്തോ ആ സമയത്ത് തിരിഞ്ഞതിൽ എനിക്ക് കൊണ്ടത് ഈ ലെഫ്റ്റ് ചെവിയും തലയും അടങ്ങണ ഭാഗത്താണ്. ആദ്യത്തെ അടി ഹെൽമെറ്റ് കൊണ്ടുള്ള ആണെങ്കിലും ഒരു നിമിഷം അങ്ങ് മരവിച്ച് പോയി. നമ്മൾ പ്രായം കൂടി വരില്ലേ, ഷുഗറൊക്കെ ഉള്ളതാണ്, നമ്മൾ പ്രതീക്ഷിക്കണമില്ല. ആ ഒരു സെക്കൻഡ് കൊണ്ട് ഇവൻ ഈ റോഡിൽ കിടന്ന് വെള്ളം അടിച്ച് പലരും അടി കൂടുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ഒരു രാഷ്ട്രീയ എന്താ പറയുക പോരാട്ടം അതൊന്നുമില്ല. സാധാരണ ഗുണ്ടകൾ അല്ലെങ്കിൽ അക്രമികൾ ആക്രമിക്കും പോലെ വലത് കൈ കൊണ്ട് അടിക്കുക, അതേസമയം ഈ ഇടത്ത് കയ്യിൽ ഈ ഹെൽമെറ്റ് വെച്ചിട്ടും മാറി അടിക്കുകയാണ്. അത് കൊണ്ടത് അത്രയും ലെഫ്റ്റ് സൈഡിലാണ്. ഞാൻ പിടിച്ച് തള്ളി മാറ്റിയാണ്, ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞ് പിടിച്ച് മാറ്റി. ഈ കുട്ടി എന്നെ ഇവിടെ നിന്ന് സ്റ്റാഫ് വന്ന് പിടിച്ച് മാറ്റാൻ നിൽക്കണം, സമ്മതിക്കുന്നില്ല. അവൻ ഇവിടുന്ന് ഇത്രയും ദൂരമുള്ള ഒരു 10 മീറ്റർ തികച്ച് ദൂരമില്ല, ഇവൻ ഇവിടുന്ന് പോകാൻ ഏതാണ്ട് 10 മിനിറ്റ്. അത്രയും തെറിവിളിയും അടിക്കുമായിരുന്നു. അക്രമം എന്ന് പറഞ്ഞാൽ അപ്പം പ്രീ പ്ലാൻഡ് ആയിട്ട് വന്നതാണെന്ന് പിന്നീട് എനിക്ക് തോന്നി. കാരണം അല്ലെങ്കിൽ ഇങ്ങനെ ഒരിക്കലും ചെയ്യൂല, ഒരു മനുഷ്യനും ചെയ്യൂല. ഒരു ജനപ്രതിനിധിയാണ്, എലക്റ്റഡ് മെമ്പറാണ്. നമ്മളങ്ങനെ ഒരു തോന്നിവാസം കാണിക്കാൻ പോണില്ല. ഒരു ലേഡിയാണ്, എന്തൊക്കെ പറഞ്ഞാൽ എത്ര നേതാവെന്ന് പറഞ്ഞാൽ ഒരു ലേഡിയാണ്. ഇത് അങ്ങനെ പ്രകോപനം ഇല്ലാതെ ഇങ്ങനെ അങ്ങ് ആക്രമിക്കുമായിരുന്നു. അപ്പോൾ അത്രയും വാശിയും വൈരാഗ്യവും കാണിച്ച് എന്നെ ഉപദ്രവിക്കണമെങ്കിൽ എൻ്റെ പിന്നിൽ ശക്തമായ കരങ്ങളുണ്ട്. പ്രൊട്ടക്ട് എനിക്കിപ്പോൾ സംസാരിക്കാൻ ഞാൻ ഗുളിക കഴിച്ച് എനിക്ക് ആ പെയിൻ കുറച്ച് വെച്ചേക്കണോണ്ടാണ് എനിക്ക് ഇന്ന് ഉച്ച സമയത്തൊന്നും ഇവിടെ ഒന്നും എനിക്ക് തുറക്കാൻ പറ്റുന്നില്ല. ചെവിയുടെ വേദന മാറിയിട്ടില്ല. ഇതൊക്കെ ജീവിതകാലം നമ്മൾ അനുഭവിക്കേണ്ടതല്ലേ. അതിനുള്ള തെറ്റെന്ത് ചെയ്തു എന്ന് അവൻ പറയണം, അല്ലെങ്കിൽ അവനെ പറഞ്ഞു വിട്ടവർ പറയണം. ഈ ഇല്ലീഗലായിട്ട് ജോലി ചെയ്യണമാണ്. നഗരസഭയുടെ സ്ഥിരം ജീവനക്കാരാണെങ്കിലോ ഹരിതകർമ്മസേനയാണെങ്കിലോ എനിക്ക് ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാൻ പറ്റില്ല. ഭരണസമിതിയുടെ തീരുമാനം വേണം. ഇതിൻ്റെ നമുക്ക് അവിടെ ഉദ്യോഗസ്ഥരുണ്ട്, HS ഉണ്ട്, HO ഉണ്ട്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉണ്ട്, ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഉണ്ട്, നമുക്ക് ചെയ്യാം. ഇതൊന്നുമല്ല. ഒരു വ്യക്തി കുറച്ച് പേരെ വെച്ചവരാണ്. പക്ഷെ അവർ വേസ്റ്റ് മാറ്റുന്ന കാര്യമാണ്. ഓരോ വീട്ടിൽ നിന്ന് ഓരോ ദിവസം ഒരിക്കലെങ്കിലും വേസ്റ്റ് മാറ്റിയില്ലെങ്കിൽ അത് പ്രശ്നമാണ്. അതെവിടായാലും പ്രശ്നമാണ്. ഒരു കൗൺസിലർക്കും ഈ ഗതി വരാൻ പാടില്ല. അത് നമുക്ക് തെറ്റാണെങ്കിൽ ചോദ്യം ചെയ്തേ പറ്റുള്ളൂ. വേസ്റ്റ് മാറ്റാത്ത എന്തെന്ന് ചോദിക്കുന്നത് ഒരു കൗൺസിലറുടെ അധികാരത്തിൽ പെടുന്നതാണ്, നമ്മുടെ ഡ്യൂട്ടിയാണ്. ഇവിടുത്തെ വേസ്റ്റ് മൊത്തം മാറ്റിക്കോളാന്നുള്ള എഗ്രിമെൻറ്റിൽ തന്നെയാണ് ഞാൻ ജനങ്ങളെ വോട്ട് ചോദിച്ച് ജനങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ അത് ചെയ്തില്ലെങ്കിൽ അതിന് പകരം ആളെ വെച്ച് ചെയ്യിക്കുക എന്നുള്ള ഉത്തരവാദിത്തം ചെയ്യാനാണ് ഇന്നത്തെ മീറ്റിംഗ് നടത്തിയത്. അപ്പോൾ ഇന്നത്തെ മീറ്റിങ്ങിൽ എന്തൊക്കെ സംസാരിച്ചോ അത് ഇതിൽ 1-2 പേര് അല്ലെങ്കിൽ ഒരാൾ കൃത്യമായിട്ട് അവിടെ കൊടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ വന്നിട്ട് പോകാതെ തെറി വിളിച്ച് നിന്നത്. അപ്പോൾ ഒരു വിഷയം ഉണ്ടാക്കണമെന്നുള്ളത് തന്നെയായിരുന്നു. എന്നെ സംബന്ധിച്ച് ഇപ്പം മക്കൾ 2 പേര് വന്നിട്ടുള്ളത് കൊണ്ടാണ്, ഇല്ലെങ്കിൽ അത് 10 ദിവസത്തേക്ക് വന്നതാണ്. അപ്പോൾ ആ ഫ്ലൈറ്റ് യുദ്ധം നടക്കുകയാണ് ഖത്തറിൽ. അപ്പോൾ അവർക്ക് ആ ഫ്ലൈറ്റിൻ്റെ എല്ലാം ക്യാൻസലായി. പിന്നെ ഇനി കൊച്ചിയിൽ നിന്നേ ഫ്ലൈറ്റുള്ളൂ. അവർക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ നിൽക്കുവാണ്. ഇവിടെ നിൽക്കുന്ന കുട്ടി സ്റ്റാഫാണ്, ഇല്ലെങ്കിൽ ഞാനും ആ കുട്ടിയും മാത്രമേ കാണുള്ളൂ. 1 മണി കഴിഞ്ഞാൽ വൈകുന്നേരം 6 മണി വരെ അടുത്ത എൻ്റെ മരുമോള് വരുന്നവരെ ഞാൻ ഒറ്റയ്ക്കാണ്. അപ്പം ഞാൻ എന്ത് ധൈര്യത്തിലാണ് ഇവിടെ നിൽക്കേണ്ടത്? ഈ രീതിയിൽ ഇത് മറ്റൊരാൾക്കും പ്രചോദനമല്ലേ? ആർക്കും കയറി അടിച്ചിട്ട് പോകാനുള്ളതാണോ ഒരു ജനപ്രതിനിധി, അതും ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു പ്രതിനിധി? നമ്മളങ്ങനെ അല്ലെങ്കിൽ വേറൊരു കാര്യം ആവണം. നമ്മൾ ചെയ്യണതിൽ ഒരു അന്യായം ഉണ്ടായിരിക്കുന്നത്. അതൊന്നും അല്ലല്ലോ. അവർ ചെയ്ത തെറ്റ് ചോദ്യം ചെയ്തതാണ് അവർ കാണുന്ന തെറ്റ്. പക്ഷെ അതിനിങ്ങനെയല്ലല്ലോ പ്രതികരിക്കേണ്ട. മാന്യമായിട്ട് അവൻ നിന്ന് എന്നെ ചോദ്യം ചെയ്തില്ലായിരുന്നെങ്കിൽ അവൻ ഇവിടെ വരുന്ന ഒരാളെ പോലും ഞാൻ നിർത്തിയല്ല സംസാരിക്കണേ. ഇവിടെ ഇത്രയും കസേര 25 കസേരയുണ്ട്. കസേരയിൽ ഇരുത്തിയാണ് സംസാരിക്കുന്നത്. ഇരിക്കാൻ പറഞ്ഞതിനെ കാര്യം ചോദിച്ചാൽ മാന്യമായിട്ട് നമുക്ക് എന്താണ് മാഡം പ്രശ്നം, അല്ലെങ്കിൽ വേണ്ട എന്താണ് ചേച്ചി പ്രശ്നം, എന്നെ എന്തിനാണ് മാറ്റി, അല്ലെങ്കിൽ എൻ്റെ ഭാര്യ എന്തിനാണ് മാറ്റിയത്, ഞാൻ സമാധാനമായിട്ട് സംസാരിക്കാമല്ലോ. വരുമ്പോഴേ തള്ളക്കി വിളിച്ചുകൊണ്ട് വരണവനെ എന്താണ് ചെയ്യേണ്ടത്? ഇവരെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുന്നുണ്ടോ ആരെങ്കിലും? ഉണ്ട്. അത് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ അടിയും കൊണ്ട് എന്നെ ഇവിടുന്ന് ഇവരെല്ലാവരും കൂടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയതിന് ശേഷമാണ് ഞാൻ അറിയണത്. ഇവിടെ അടിച്ചതിന് ശേഷം ഗേറ്റിൻ്റെ വെളിയിൽ ഇറങ്ങി നിന്നിട്ട് ഈ പുള്ളി തെറി വിളിക്കുകയാണ്. അന്നേരം എന്നെ കാണാൻ 2 ടീം വന്ന് നിൽക്കുവാണ്, 4 പേര്.
അവർക്ക് ആ ഇന്നത്തെ കാര്യം ചെയ്തു കൊടുക്കാനൊന്നും പറ്റിയില്ല. അവരിത് കണ്ട് അവർക്ക് പിടിച്ചു മാറ്റാനും പറ്റുന്നില്ല. റോഡിൽ കൂടെ പോയ ആൾക്കാരെല്ലാം നിന്ന് നോക്കിയാണ്. ഒരു വലിയ സീനായിരുന്നു. ഇവൻ സ്കൂട്ടറിൽ കയറി ഇരുന്നിട്ട് ഇവൻ മറ്റേന്ന് വിളിച്ചിട്ടാണ് അവൻ സംസാരിക്കുന്നത്. അങ്ങനെ കാണിച്ചു തരാടി, ഞാൻ കമ്മ്യൂണിസ്റ്റ് ആണെങ്കിൽ അതെന്തിനാണ് അങ്ങനെ പറയണേ? കമ്മ്യൂണിസ്റ്റ് ആണെങ്കിൽ കാണിച്ചു തരാവുന്ന കമ്മ്യൂണിസ്റ്റുകാരെല്ലാം BJP കൗൺസിലർമാരെ കാണിക്കാനിരിക്കുകയാണ്. അത് കാണേണ്ട കാര്യം എനിക്കുമില്ല. പക്ഷെ അവൻ പറഞ്ഞത് ഞാൻ വില വയ്ക്കുന്നില്ല. ഒരു കമ്മ്യൂണിസ്റ്റുകാരനും ഇത് പറയില്ല. എനിക്ക് 100% എനിക്ക് ഉറപ്പാണ്. ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ മാറ്റി നിർത്തിയിട്ടില്ല. എന്ത് കരുതി ഒരു വിവേചനം ഇല്ലാതെ തന്നെയാണ് വാർഡിൽ പോകണം എല്ലാവരുമായിട്ടും. അതിൻ്റെ പ്രധാന നേതാക്കൾ ഉൾപ്പെടെ, ഇവിടെയുള്ള ലോക്കൽ നേതാക്കൾ ഉൾപ്പെടെ ഒരു കൗൺസിലർ എന്നുള്ള നിലയ്ക്ക് വളരെ മാന്യമായിട്ട് ഇടപെട്ട് പോണ ഒരു വ്യക്തിയാണ് ഞാൻ. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയ ബന്ധമല്ല, വർഷങ്ങളായിട്ട്. എൻ്റെ അമ്മ കൗൺസിലറായിരുന്ന സമയം തൊട്ടുള്ള കാര്യമാണ്. പിന്നെ ഇതിനകത്ത് ഗുണ്ടാ പണി ചെയ്യണവരുണ്ട്, അക്രമികളുണ്ട്. അതിനെയൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അത് അവർക്കും ചെയ്യാൻ പറ്റില്ല. ജയിക്കാൻ വേണ്ടി എല്ലാവരും പലതും കമ്മ്യൂണിസ്റ്റുകാരും പറയും, അതിൻ്റെ നേതാക്കന്മാരും പറയും. ഇപ്പം തന്നെ റഹീം പറഞ്ഞിട്ടില്ലേ, കൗൺസിലർ ജാതി പറഞ്ഞ ഒരുത്തം വന്ന് മോത്ത് നോക്കി തള്ളക്കി വിളിക്കുമ്പോൾ അവൻ്റെ ജാതി നോക്കിക്കൊണ്ടാണ് നിൽക്കണം. ഇവിടെയുള്ള ഒരുത്തരുടെ ജാതിയും ഞാൻ അന്വേഷിച്ചിട്ടില്ല. എനിക്കതിൻ്റെ ആവശ്യവുമില്ല. എൻ്റെ മുന്നിൽ വരണവർ പറയണ കാര്യങ്ങൾ ആവശ്യമുള്ളതാണോ, ന്യായമാണോ, ചെയ്തു കൊടുക്കേണ്ടതാണോ? ഞാനുണ്ടെങ്കിൽ 5 മിനിറ്റ് പോലും വെയിറ്റ് ചെയ്യേണ്ടി വരില്ല. ഈ നിമിഷം വരെ ഒരു മനുഷ്യൻ്റെ അടുത്ത്, ഒരു വ്യക്തികളുടെ അടുത്ത്, ആണിൻ്റെ അടുത്താവട്ടെ, പെണ്ണിൻ്റെ അടുത്താവട്ടെ, കുഞ്ഞിൻ്റെ അടുത്താവട്ടെ, കുട്ടിയുടെ അടുത്താവട്ടെ, നിങ്ങൾ ഏത് സമുദായമെന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. പലയിടത്തും സമുദായത്തിൻ്റെ പേരിൽ അധിക്ഷേപിക്കപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. ഒരുപാട് മാനസികമായിട്ട് അനുഭവിച്ചിട്ടുള്ള വ്യക്തിയാണ്. എന്നാൽ പോലും എൻ്റെ സമുദായത്തിനെ ഞാൻ 10 മടങ്ങ് സ്നേഹിച്ചിട്ടില്ല. സാധാരണ സ്നേഹം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. വരുന്നവരടുത്ത് ആരടുത്തും സമുദായം ചോദിച്ചിട്ടില്ല. സമുദായം പറഞ്ഞ് ഈ നിമിഷം വരെ 53 വയസ്സായി, ഇതുവരെ എൻ്റെ അറിവായ കാലം തൊട്ട് ഞാൻ അത്തരത്തിലൊരു സംസാരം ആരടുത്തും സംസാരിച്ചിട്ടുമില്ല. പക്ഷേ മുഖത്ത് നോക്കി തള്ളക്കി വിളിച്ച് അവനെ ഒരു പിടിച്ച് തള്ളി മാറ്റണോ? അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പെൺകൊച്ചുണ്ട്, വേറൊരു സ്റ്റാഫും കൂടെ ഇരിക്കുകയാണ്, എന്നിട്ടും പോണില്ല. മാന്യമായിട്ട് വെളിയിൽ പോകാൻ പറഞ്ഞിട്ട് പോവാതെ നിൽക്കണവനെ ആരായാൽ എന്ത് ചെയ്യും? പിടിച്ച് തള്ളുമ്പോൾ തിരിച്ച് ഹെൽമെറ്റ് ഉപയോഗിച്ച് ഒരു പുരുഷനെ തല്ലും പോലെ തല്ലുകയാണോ ചെയ്യേണ്ടത്? അത് ഇത്രയും ഭാഗം വലത് കയ്യിൽ ഉപയോഗിച്ച് തല്ലുന്നു, ഹെൽമെറ്റ് ഉപയോഗിച്ച് തല്ലുന്നു. അതാണ് ഇന്നിവിടെ സംഭവിച്ചത്. ഒരു 10 മിനിറ്റോളം അഴിഞ്ഞാടിയതിന് ശേഷം അവൻ റോഡിലിറങ്ങി നിന്നിട്ടും പരസ്യമായിട്ട് തെറി വിളിച്ചതിന് ശേഷം ഇതൊന്നും പാടില്ല. ഒരു ലേഡിയാണ് അത്. എൻ്റെ പെറ്റ അമ്മയ്ക്ക് തുല്യം ഉള്ള വ്യക്തിയാണ്. ഒരു അടി തരും പോലെ അല്ല തെറി വിളിക്കണേ. മാന്യമായിട്ട് സംസാരിച്ച് തീർക്കേണ്ട കാര്യത്തിന് ഇത്രയും പ്രകോപനപരമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലൊരു ശക്തി, ഒരാളവനെ സഹായിക്കാൻ ഫുഡ് വേസ്റ്റ് എടുക്കാൻ മാറ്റി നിർത്തിയതൊന്നും കൗൺസിലറെ വീട്ടിൽ കയറി ആക്രമിക്കുക, അടിക്കുക എന്നുള്ള ഒന്നുമില്ല. അതൊന്നും നമുക്ക് സമ്മതിച്ചു കൊടുക്കാനും പറ്റും. ഈ സതീഷ് എന്ന് പറഞ്ഞ ആള് ഇതിന് മുൻപും ഇതുപോലെ എന്തെങ്കിലും അത് ഞാൻ അറിഞ്ഞതാണ്. ഞാനൊക്കെ വരുന്നതിന് മുന്നേ, ഞാനിവിടെ കൗൺസിലറായി വരുന്നതിന് മുന്നേ HI ഇതേമാതിരി HIക്കല്ലേ അധികാരങ്ങളുള്ളത് കൂടുതലും. ഇത്തരം കാര്യങ്ങളൊക്കെ ശാസിക്കുക, അല്ലെങ്കിൽ അവിടെ പോകാത്തത്, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തതെന്നൊക്കെ ചോദിച്ച സമയത്ത് പുള്ളിയെ അടിക്കാൻ ആളെ ഏർപ്പാട് ചെയ്ത് ഇവൻ ഉൾപ്പെടെ രാത്രി വന്നിട്ടുണ്ടെന്നും പറയുന്നു. അത് JHIയുടെ ഭാഗത്തുനിന്നും എനിക്കങ്ങനെ കേട്ടു. അല്ലാതെ ഇവിടെയുള്ള ഹരിതകർമ്മസേന ഉൾപ്പെടെയുള്ള പലരും പറഞ്ഞു. ഇവനെക്കുറിച്ച് ഞാൻ പറയും, ആരാണ് ഈ വ്യക്തിയെ ഞാൻ അന്ന് കണ്ടിട്ടില്ല. ആ സമയത്തും ഇവൻ ഇതിന് മുന്നേ ഇതേ രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ടെന്നുള്ളത് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് എൻ്റെ അടുത്ത് കാണിക്കാൻ ഒന്നാമത് ഇന്നത്തെ ദിവസം അത് പ്രതീക്ഷിക്കണില്ല. ചോദിക്കാൻ വന്നു, നിങ്ങൾ എൻ്റെ നിന്ന് ന്യായം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ മേളിലോട്ട് വെക്കോളാന്ന് പറഞ്ഞ് വീണ്ടും മോശമായിട്ട് സംസാരിച്ചപ്പം പുറത്തിറങ്ങി പോകാനേ പറഞ്ഞോളൂ. അത് അവസാനം ഇറങ്ങിപ്പോടാന്ന് പറയേണ്ടി വന്നു. അത് ശരിയല്ല. ഇറങ്ങിപ്പോടാന്ന് പറഞ്ഞാൽ ചീത്തയല്ലല്ലോ. ഇറങ്ങിപ്പോടാ എൻ്റെ ഇവിടെ നിന്ന് പറയണത് ചീത്തയല്ല. അതൊരു സംഘർഷം ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എല്ലാവരും വയലൻ്റ് ആവും. അപ്പം അത് ജയിക്കാൻ വേണ്ടിയിട്ടാണ് ജാതി പറഞ്ഞത്. ഞാൻ അങ്ങനെ ഒരു ജാതി ചോദിച്ചിട്ടുമില്ല. അവൻ്റെ സമുദായം ഏതെന്ന് എനിക്ക് അറിയത്തുമില്ല. ഞാൻ അത്തരം ഒരു പരാമർശവും നടത്തിയിട്ടുമില്ല. പോലീസിൽ പരാതി കൊടുത്തതിന് ശേഷം പരാതി കൊടുത്തു പൂന്തറ പിടിച്ചു എന്നാണ് ഞാൻ അറിഞ്ഞത്. പുള്ളി ഹോസ്പിറ്റലിൽ കണ്ട് അഡ്മിറ്റ് ആവുകയും ആ രീതിയിൽ കൗണ്ടർ എന്തായാലും പോകുമല്ലോ. ജീവിച്ചു പോണ്ടേ. ഒരു കൗൺസിലർ അല്ലെ, ജനപ്രതിനിധിയല്ലേ ദേഹോപദ്രവം ഏൽപ്പിച്ചേക്കുന്നത്. എനിക്ക് എൻ്റെ ഇടതുഭാഗത്തിന് എനിക്ക് കുറേ പ്രശ്നങ്ങളുണ്ട്. ഏതാണ്ട് തല മുതൽ നമ്മുടെ വയറിന് താഴെ വരെയുള്ള ഇടതുഭാഗത്തിന് എനിക്ക് പ്രശ്നമുണ്ട്. അതൊരു പക്ഷേ ചതവാവാം. എന്തോ ആയാലും എങ്ങനെയാണ് മറ്റ് കൗൺസിലർ, അതും പുതുതായിട്ട് വന്ന വനിതകൾ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഓഫീസ് തുറന്നു വെച്ച് ഇങ്ങനെ നമുക്ക് എപ്പോഴും പോലീസിനെ കാവൽ നിർത്താൻ പറ്റുമോ? പ്രവർത്തകരെ കാവൽ നിർത്താൻ പറ്റുമോ? നമ്മൾ കൈകാര്യം ചെയ്യണ്ടേ? എന്തുകൊണ്ട് എനിക്ക് വേറൊരു ഓഫീസ് എടുത്ത് ഞാൻ എവിടെയെങ്കിലും താമസിച്ചിട്ട് വന്നാൽ പോരെ? പക്ഷെ ഞാൻ അതല്ലല്ലോ ചിന്തിച്ചത്. എൻ്റെ വീട്,
എനിക്ക് 2 ആൺമക്കൾ മാത്രം, ഒരു മരുമോളും ഉള്ളതാണ്, ഇപ്പോൾ വന്നിട്ടുള്ളതാണ്, ഒരു പെൺകൊച്ചു വീട്ടിലുള്ളതാണ്. ഞാൻ എന്ത് സുരക്ഷിതത്വമാണ് എനിക്ക്? മെയിൻ റോഡ് സൈഡിൽ ഞാൻ അങ്ങനെ ഒന്നും ആരെയും മാറ്റി നിർത്തണതല്ല, വരുന്നവർക്ക് ഒരു കാര്യവും ചെയ്യാത്തതല്ല. വളരെ ശക്തമായിട്ട് ഇടപെട്ട് വളരെ കാര്യങ്ങൾ ചെയ്തു പോകണം. 45 വർഷത്തോളം നീണ്ട അവരുടെ ഭരണത്തിൽ നിന്ന് പിടിച്ചെടുത്തത്, അല്ലെങ്കിൽ ഇവരൊരു 15 വർഷത്തോളം ഇവർ ഈ വാർഡ് കൈകാര്യം ചെയ്തിട്ട് ആൾക്കാരെ എങ്ങനെയാണോ ട്രീറ്റ് ചെയ്തത്, അതിൻ്റെ ഒരു ഫലമാണ് അവർ തോൽക്കുകയും ഞാൻ ജയിക്കുകയും ചെയ്തത്. വേറൊരു ഭരണം അവർ ജനം ആഗ്രഹിച്ചത് അതുകൊണ്ടാണ്. അവർ ജനം അങ്ങനെ ഒരു വിശ്വാസം ഏൽപ്പിച്ച് എന്നെ വിജയിപ്പിച്ചെങ്കിൽ ആ ആത്മാർത്ഥതയോടുകൂടി ഞാൻ കൂടും കൊടുക്കുകയും ആയിട്ട് ഞാൻ തിരിച്ച് ഇവിടെ തന്നെ വന്ന് താമസിച്ച് ഈ 5 വർഷം ഇവിടെ കൗൺസിലറായിട്ട് നിൽക്കാൻ തന്നെയാണ് തീരുമാനിച്ച് വന്നിട്ടുള്ളത്. അത് നേർക്ക് നേര് പോരാടണം, ആശയപരമായിട്ട് പോരാടണം. നേർക്ക് അടിയെങ്കിൽ അടിയാ. സുലോചനനെ എന്നെ അടിക്കണമെങ്കിൽ അയാൾ നേരിട്ട് വരണം. അയാൾ ഇത്രയും ചീപ്പ് പ്രവർത്തനമല്ല കാണിക്കേണ്ട. ഈ വ്യക്തി ഇവിടെ എന്നെ അടിച്ചതിന് ശേഷം അയാൾ നേരെ പോയത് സുലോചനൻ്റെ വീട്ടിലാണ്. വീഡിയോ ഉണ്ട്, ക്യാമറ അസോസിയേഷൻ്റെ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്, CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. ആ ദൃശ്യം നമ്മൾ എടുത്തിട്ടുണ്ട്. അവിടെ ഏതാണ്ട് 10-15 മിനിറ്റോളം ചെലവഴിച്ച് അദ്ദേഹം വണ്ടി അറേഞ്ച് ചെയ്ത് ഇവനെ ഒളിവിലേക്ക് പോകാനോ അല്ലെങ്കിൽ മറ്റ് എവിടേക്കെങ്കിലും മാറ്റാനോ ഉള്ള പ്രേരണ ചെയ്തേക്കാണ്. ആ പുള്ളി ഉൾപ്പെടെ പുറത്തിറങ്ങിയിരിക്കുകയും ചെയ്യും. അപ്പം അങ്ങനെ ഓടി അവിടെ ചെന്ന് കയറണമെങ്കിൽ ആരായിരിക്കും ഇതിൻ്റെ പിന്നിൽ? അതെന്തിനാണ്? സുലോചനനാണ്. CPI ആണോ CPM ആണോ റഹീമാണോ സുലോചനനാണോ എന്നുള്ളതല്ല വ്യക്തി. നല്ല കമ്മ്യൂണിസ്റ്റുകാരെല്ലാം നല്ല രീതിയിൽ പെരുമാറിയിട്ടേ ഉള്ളൂ. ഞാൻ അങ്ങോട്ടായാലും അവരിങ്ങോട്ടായാലും അന്തസ്സായിട്ട്. ഈ ഒരു കൗൺസിലറും പുതിയ കൗൺസിലർ വന്നു കഴിഞ്ഞാൽ പിന്നെ നടക്കുന്ന വർക്കെല്ലാം നമ്മൾ തന്നെയാണ് മേൽനോട്ടം. വന്ന കൗൺസിലർ ഇപ്പം ചാലിയിലെ ലാസ്റ്റ് കൗൺസിലറാണ്. ഞാൻ കൊടുത്ത വർക്ക് ഇപ്പം നടക്കുന്നു. SKP ആണ് അത് ചെയ്യേണ്ടത്. SKP ചെയ്യണം. ഞാനവിടെ പോണില്ല. ഇവിടെ ഈ പുള്ളി നടന്ന വർക്കിലെല്ലാം അദ്ദേഹത്തിൻ്റെ ഫ്ലെക്സ് കൊണ്ടുവച്ചു. എത്ര മാന്യതയുണ്ട് അയാൾക്ക്! അത്രയും വളരെ എന്താ പറയാൻ, വളരെ മോശക്കാരൻ, അല്ലെങ്കിൽ അത്രയും ചെറിയ മനസ്സുള്ളൊരു വ്യക്തിയാണ്. വിശാല മനസ്കനല്ല. ഒരു സ്ത്രീയോടാണ് പൊരുതേണ്ട. അതിൻ്റെ ആവശ്യമില്ല. ജനം അംഗീകരിച്ച് കഴിഞ്ഞതാണ്. ഇനി ആ 5 വർഷം അത് അവരംഗീകരിച്ചേ പറ്റൂ. അല്ല, എന്നെ മാറ്റിയിട്ട് സുലോചനന് കത്ത് കൊടുക്കാൻ പറ്റില്ലല്ലോ. ഇനി കൊടുക്കണമുണ്ടോയെന്ന് അറിഞ്ഞൂടാ. സുലോചനന് ഇനി കത്ത് കൊടുക്കാൻ പറ്റില്ല. സുലോചന മുൻ കൗൺസിലറാണ്. അയാളുടെ വീട്ടിൽ ഇരിക്കുന്ന ബോർഡ് പോലും അയാൾ മാറ്റിയിട്ടില്ല. കൗൺസിലർ എന്നുള്ള ബോർഡാണ് ഇപ്പോഴും വെച്ചേക്കണേ. ഒരു വാർഡിൽ 2 കൗൺസിലറോ. അപ്പം അയാൾ അംഗീകരിച്ചിട്ടില്ല. ജനം അംഗീകരിച്ചെങ്കിലും അയാൾ അംഗീകരിച്ചിട്ടില്ല. അങ്ങേര് ഒരു ദിവസം ഇവിടെ വരികയും ചെയ്തു. എന്നെ സോപ്പിടാനായിട്ട് ഇടയ്ക്ക് ഒരു ദിവസം വന്ന് സംസാരിക്കും. എന്തുണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി. രാത്രി 2 മണിക്ക് വിളിച്ചാലും മതി. രാത്രി 2 മണിക്ക് എന്താവശ്യം വന്നാലും എനിക്ക് സുലോചനനെ വിളിക്കേണ്ട കാര്യമില്ല. എനിക്ക് എൻ്റെ അച്ഛനുണ്ട്, 2 സഹോദരങ്ങളുണ്ട്, എൻ്റെ പ്രവർത്തകർ എത്രയുണ്ട്. ആൺമക്കൾ മാത്രമേ വീട്ടിലില്ലാതെ ഉള്ളൂ. അല്ലെങ്കിൽ അതിനുള്ള സംവിധാനമുണ്ട്. പോലീസിനെ വിളിക്കാൻ. ഇത്രയും സംവിധാനം നമ്മുടെ നാട്ടിലില്ലേ? അപ്പം നമുക്ക് ആ രീതിയിലൊന്നും അവർ പറയണ അനുസരിച്ചൊന്നും പോകാൻ പറ്റില്ല. അവരുടെ ആൾക്കാർ ഉൾപ്പെടെ CPIക്കാരാവട്ടെ CPMകാരാവട്ടെ എന്നെ അംഗീകരിച്ചിട്ടുള്ളതാണ്. ഇന്ന് നടത്തിയ സമരവും അതും കാര്യങ്ങളൊന്നും നോക്കണ്ട. അതിൽ രാഷ്ട്രീയം വേറെ. പക്ഷെ ആരും എനിക്ക് ഈ 2 മാസം കൊണ്ട് അല്ലെങ്കിൽ 10 വർഷത്തെ എൻ്റെ പ്രവൃത്തിയിൽ എനിക്ക് 100% ഉറപ്പുണ്ട്. ഒരു കമ്മ്യൂണിസ്റ്റുകാരനും എന്നെ മാറ്റി നിർത്തൂല, അല്ലെങ്കിൽ എൻ്റെ ഒരു ആരോപണം കൊണ്ടുവരില്ല. ഞാൻ അങ്ങനെയാണ് ജനങ്ങളെ കൈകാര്യം ചെയ്ത് പോകണം. ഇപ്പം ഇത് കഴിഞ്ഞ 2 മാസമായിട്ട് ആസൂത്രിതമായിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ആദ്യത്തെ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ സഹോദരിയെ വിട്ട് തെറി വിളിപ്പിച്ചു. 2ാമത്തെ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഇവനെ വിട്ട് അടിപ്പിച്ചു. അത് കൂടാതെ വഴി പോണ ആൾക്കാരെ മൊത്തം കൗൺസിലർ അവിടെ എല്ലാവർക്കും വീട് കൊടുക്കില്ലേ? നിങ്ങൾക്ക് എന്തുകൊണ്ട് വീട് തന്നില്ല? നിങ്ങൾ പോയി ചോദിക്കണമെന്ന് പറഞ്ഞ് നാട്ടുകാർ, വയസ്സായവർക്ക് അറിയില്ല. അവർ വരുവാണ് ഇവിടെ വീട് ഞങ്ങൾക്ക് വീട് തന്നില്ല, ഞങ്ങൾക്ക് വസ്തു തന്നില്ല. ഞാൻ പറഞ്ഞാൽ അതിന് സമയമാവണ്ടേ? ജനകീയ ആസൂത്രണ പദ്ധതി നമുക്ക് ബഡ്ജറ്റ് അവതരണം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ ഫോമുകൾ വരുള്ളൂ. നിലവിൽ എനിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റുള്ളൂ. ലിസ്റ്റിൽ പേരുണ്ടാവണം, എന്നാലേ കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പം നിയമമൊക്കെ ഒരു 3 വർഷം കൊണ്ട് അങ്ങനെയാണ്. ലിസ്റ്റിലുള്ളവർക്ക് കൊടുക്കാനേ പറ്റുള്ളൂ, ഫോം കൊടുക്കാനോ. ഇത്തരം കാര്യങ്ങളൊക്കെ ഇല്ല. ഇങ്ങനെ പറഞ്ഞ് ചിലർ മനസ്സിലാക്കി പോകും, ചിലർക്ക് ഒട്ടും മനസ്സിലാവില്ല. പ്രായമുള്ളവരെല്ലാം അവർ നമ്മളെ മനഃപൂർവ്വം കൊടുക്കാത്ത. കാരണം അതിൻ്റെ സമയമേ ആയിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ പുതിയ കൗൺസിലറുടെ ജോലി ഇനി തുടങ്ങുന്നേ ഉള്ളൂ. പക്ഷെ അത് ഒരു കട്ടിൽ വന്നിരിക്കുവാണ്. ഇത്രയും ബഹളം കാണിക്കുന്ന എല്ലാവരും 90, 200, 100 കട്ടിലുകൾ കൊടുക്കുമ്പോൾ ഇവിടെ ആകെപ്പാടെ 14 കട്ടിലാണ് വന്നിരിക്കുന്നത്. അതുപോലെ നേരെ എഴുതി കൊടുക്കാത്ത പെൻഷനാണ് ഈ രീതിയിൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കണം. ഇത് ഉച്ചവരെ ഞാൻ ഈ ആരോപണം ഉന്നയിച്ചിട്ടില്ല. പക്ഷേ ഉച്ചയ്ക്ക് ശേഷം ആ CCTV ദൃശ്യവും കൂടെ ഞാൻ കണ്ടതിന് ശേഷമാണ് ഞാൻ ഉറപ്പിച്ചത് ഇതിൻ്റെ പിന്നിലാണ്. ഇതിപ്പോൾ എന്തായാലും ഇത് എന്നെ പോലെ ഒരു കൗൺസിലർ, പൊതുവേ ശക്തയായ ഒരു കൗൺസിലറെന്നും എക്സ്പീരിയൻസ് ഉള്ള കൗൺസിലറെന്നും വർഷങ്ങൾ
പാരമ്പര്യമുള്ള പൊതുപ്രവർത്തക എന്നൊക്കെ പേരുള്ള വ്യക്തിക്ക് ഇതാണെങ്കിൽ പുതുതായിട്ട് വന്ന കൊച്ചു പിള്ളേർ വനിതാ കൗൺസിലർമാർക്ക് എന്തായിരിക്കും അവസ്ഥ? അപ്പം ഇത് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റൂല. അത് ഞാൻ പാർട്ടി സംവിധാനത്തിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല, അവർക്കറിയാം. അവർ കൃത്യമായിട്ട് കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട്, ഇടപെടുകയും ചെയ്യും. എനിക്ക് 100% ഉറപ്പാണ്. പക്ഷേ നമ്മൾ സൂക്ഷിക്കണം. ഈ വിഷയത്തിൽ മേയർ എന്ത് പറഞ്ഞു? മേയറാണ് ആദ്യം പോലീസിനെ അറിയിക്കുന്നത്. ഫോർട്ട് പരിധിയിലാണ് ഈ വീടും ഓഫീസും വരുന്നത്. അവിടെ അറിയിച്ചു. AC വന്നു, എല്ലാവരും വന്നു. എല്ലാവരും നേരിട്ട് വന്നു. എല്ലാവരും നേരിട്ട് വന്നു. ഈ ജ്യോതിഷിന് ഇങ്ങനെ സംഭവിച്ചത് ഞെട്ടൽ തന്നെ ആയിരുന്നു എല്ലാവർക്കും. കാരണം ഒരിക്കലും പാടില്ലാത്തതാണ്. ഒരിക്കലും, കാരണം അങ്ങനെ ഒരു പ്രകോപനം എൻ്റെ നിന്ന് വരില്ല എന്ന് അവർക്ക് 100% ഉറപ്പുള്ളതാണ്. ഈ പിടിച്ച വ്യക്തി പോലീസ് അറസ്റ്റ് ചെയ്തിട്ട് ജാമ്യത്തിൽ വിട്ടോ അതോ? ജാമ്യത്തിൽ വിട്ടോന്ന് അറിയില്ല, അതിനി ചോദിക്കണം. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയെടുത്തു എന്നെങ്ങാണ്ടാണ് അറസ്റ്റ് ചെയ്തേക്കുന്നത്. പുള്ളി ഇപ്പൊ ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചു എന്നെങ്ങാണ്ട് പറഞ്ഞു എന്നൊക്കെയാണ് പുള്ളി കൊടുത്തിരിക്കുന്നതെന്നാണ് ഞാൻ അറിഞ്ഞത്. ഞാനിപ്പം ഹോസ്പിറ്റലിൽ നിന്ന് വന്നതേ ഉള്ളൂ. ഞാനിതൊന്നും നോക്കിയില്ല. എനിക്കൊന്ന് പോലീസ് SI ആയിട്ടോ CI ആയിട്ടൊക്കെ ഒന്ന് സംസാരിക്കണം. എന്തുവാണ് വളരെ ശക്തമായിട്ട് തന്നെ. അല്ല, ഇത് മുന്നോട്ട് പോയില്ലെങ്കിലേ ഞാൻ ഇവിടെ റോഡ് സൈഡിൽ ഒറ്റയ്ക്ക് താമസിക്കേണ്ടതാണ്. എനിക്ക് കുറച്ച് ദിവസം കഴിയുമ്പോൾ മോളും ഒക്കെ പോവുകയാണ്. എല്ലാവരും പോയി കഴിഞ്ഞാൽ ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ ഹസ്ബൻഡ് ഇല്ല, വിധവയാണ്. എനിക്ക് ജീവിക്കണ്ടേ? എത്ര വലിയ നേതാവെന്ന് പറഞ്ഞാലും നമുക്ക് സുരക്ഷിതത്വം വേണ്ടേ? അത് ഞാൻ തന്നെ സ്വയം സുരക്ഷ കണ്ട. എനിക്ക് എന്നും വന്ന് ഓരോരുത്തർക്ക് കാവലിരിക്കാൻ പറ്റും. എൻ്റെ അച്ഛന് 80 വയസ്സാവുന്നു, അമ്മയ്ക്ക് 75 76 വയസ്സാവണം. ഈ പ്രായമായ അമ്മയും അച്ഛനെ നോക്കേണ്ട അവർ വന്ന് എനിക്ക് കാവലിരിക്കാൻ പറ്റുമോ? ഞാൻ വീട്ടിലുള്ള എനിക്ക് ഇവിടെ സുരക്ഷിതത്വം ഇല്ലെന്ന് പറഞ്ഞാൽ എനിക്ക് എവിടെയെങ്കിലും പോയി 24 മണിക്കൂർ ഇരിക്കാൻ പറ്റുമോ? എന്നെ അന്വേഷിച്ച് വരുന്ന ആൾക്കാരെ ഞാൻ കാണണ്ടേ? അതിനല്ലേ ഓഫീസ് സംവിധാനം തുറന്നു വെച്ചിരിക്കുന്നു. സുരക്ഷ പാർട്ടിയും തരണം, നഗരസഭാ സംവിധാനം. എന്താണ് ജയിച്ച പ്രതിനിധിയാണ്. ഇത് മറ്റുള്ളവർക്ക് പ്രചോദനമാണ്. ഇങ്ങനെ ഒരുത്തം കയറി ആക്രമിച്ച് അടിക്കാൻ തയ്യാറായി എങ്കിൽ നാളെ വേറെ ഒരുത്തം വെട്ടുകത്തിയായിട്ട് വരില്ല എന്നാര് കണ്ടു? മാനസിക രോഗമുള്ളവരുണ്ട്, മനഃപൂർവ്വം മദ്യപിച്ചും അല്ലെങ്കിൽ മയക്കുമരുന്ന് ഇവിടെ സുലഭമാണ്. പല പേരുകളിൽ പല ഭാഗത്തും ഈ അമ്പലത്തറ വാർഡിൽ യഥേഷ്ടം കിട്ടുന്ന ഒരവസ്ഥയാണ്. അത് ഉപയോഗിക്കണം, പരസ്യമായിട്ട് മദ്യപിക്കുന്ന. അതിനെതിരെ നമ്മൾ പോലീസിനെ അറിയിച്ചിട്ടുണ്ട്, പോലീസ് സംവിധാനം ഇടപെട്ടിട്ടുണ്ട്. അപ്പോൾ അതിലും കൂടി ഉള്ള വ്യക്തിയാണെന്നൊക്കെ ഇപ്പോൾ ഓരോരുത്തർ വൈകുന്നേരമൊക്കെ പറഞ്ഞറിയണം. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോയില്ല. എനിക്ക് ഏതാണ്ട് ഒരു 2:30 മണി വരെ എനിക്ക് ഇതിനൊന്നും പറ്റൂലായിരുന്നു. കാരണം നല്ല പെയിനാണ്. ഇപ്പോൾ പെയിൻ കില്ലർ കഴിച്ചിട്ടും ഇഞ്ചക്ഷൻ ട്രിപ്പൊക്കെ എടുത്തിട്ടാണ് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഈ ചതവാണ് എനിക്ക് ഫുള്ള്. അത്ര കാരണം കയ്യിൽ ബാക്കിൽ ഒന്നും തൊടാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അത്രയും ക്രൂരമായിട്ട് തലയ്ക്ക് അടിയേറ്റു. അതിന് ഛർദിക്കുവാണെങ്കിൽ വരാനാണ് പറഞ്ഞേക്കണേ. ഛർദിക്കണവരെ നോക്കിയിരിക്കാൻ പറ്റുമോ നമുക്ക്? അല്ലെങ്കിൽ നാളെ ഭാവിയിൽ അങ്ങനെ ഒന്നും സംഭവിച്ചാൽ നമ്മുടെ എന്താ പറയാ, നമ്മുടെ ജീവന് ആരാണ് ഉത്തരവാദി? ഒക്കെ സംഭവിക്കും. രാഷ്ട്രീയമാണ്, ഓക്കെ. നമ്മൾ രാഷ്ട്രീയ സംഘർഷം നമ്മൾ നേരിൽ കണ്ടിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്. പല പ്രാവശ്യം വീട് ആക്രമിച്ചിട്ടുണ്ട്, തെറിവിളി കേട്ടിട്ടുണ്ട്. ഇതൊന്നും പുത്തരിയൊന്നുമല്ല. പക്ഷേ ഇതങ്ങനെ ഒരു വിഷയത്തിനല്ലല്ലോ. അപ്പോൾ അത് നമ്മെ സംബന്ധിച്ച് പാർട്ടി ശക്തമായിട്ട് ഇടപെട്ടിട്ടുണ്ട്. പാർട്ടി സംവിധാനം അത് കാര്യമായിട്ട് തന്നെ എടുക്കും തന്നെയാണ് എൻ്റെ വിശ്വാസം. ഭരണസമിതി, മേയർ ഉൾപ്പെടെയുള്ള സകല സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ ഉൾപ്പെടെയുള്ള എല്ലാവരും തന്നെ ഇടപെട്ടിട്ടുണ്ട്, വന്നിട്ടുണ്ട്. കാര്യമായിട്ട് തന്നെ ഇടപെട്ടിട്ടുണ്ട്. നാളെ ഒരു ജനപ്രതിനിധിക്ക് ഇത് ഉണ്ടാവാതിരിക്കാനുള്ള കാര്യങ്ങളിലേക്ക് ബഹുമാനപ്പെട്ട മേയർ കടക്കും തന്നെയാണ് വിശ്വാസം. കാരണം അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞാൽ മേയർ എന്നുള്ള നിലയ്ക്ക് രാഷ്ട്രീയമൊന്നുമില്ല. അദ്ദേഹം എവിടെ ന്യായം ഉണ്ടോ അതിനായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. വ്യക്തികളെയോ പാർട്ടി സംവിധാനം ഒന്നുമില്ല. അങ്ങനെ തന്നെയാണ് അങ്ങേ പുള്ളി 101 കൗൺസിലർമാരെ അദ്ദേഹത്തെ മാറ്റി നിർത്തിയ 100 കൗൺസിലർമാരെയും വികസന കാര്യത്തിലും ക്ഷേമകാര്യത്തിലും ഒക്കെ അദ്ദേഹം കൗൺസിലിൽ കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് സംസാരിക്കാൻ പോലും അവസരം കിട്ടില്ല. മൈക്ക് ഓഫ് ചെയ്യായിരുന്നു. ഇപ്പം യഥേഷ്ടം മൈക്ക് കൊടുത്ത് നിങ്ങൾ പറയാനുള്ളതെല്ലാം പറഞ്ഞു തീർക്കുക എന്നുള്ള തരത്തിൽ തന്നെ നിലപാടെടുത്ത് പോകുന്ന ഒരു വ്യക്തിയാണ്. അപ്പം തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ ന്യായം പ്രതീക്ഷിക്കും. ഇപ്പം ഇത്രയും സംസാരിക്കുമ്പോൾ തന്നെ എനിക്ക് കാരണം പെയിൻ കില്ലറിൻ്റെ ഒരു ഇതാണ് നിൽക്കുന്നത്. അത്രയും എനിക്ക് തലയ്ക്ക് അടിയേറ്റിട്ടുണ്ട്. അതിപ്പം ഉള്ളിൽ ആന്തരികമായിട്ടുണ്ടായോ ഇല്ലേ എന്നുള്ളത് ഇനി പിന്നീട് അറിയാൻ പറ്റുള്ളൂ. പക്ഷേ ബാഹ്യമായിട്ട് വേദന ഞാൻ സഹിച്ചല്ലേ പറ്റുള്ളൂ. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു ഭാഗത്ത് വേസ്റ്റ് എടുക്കാൻ ഏൽപ്പിച്ചവർ എടുക്കുന്നില്ല, അതിൻ്റെ പരാതി വരണം, അതിൽ ശക്തമായിട്ട് ഇടപെട്ടു എന്നുള്ളതാണ്
മറ്റൊരു കാര്യമായിരുന്നെങ്കിൽ നമുക്ക് കുറേയൊക്കെ സഹിക്കാം, പൊറുക്കാമായിരുന്നു. ഇത് ഇനിയിപ്പോൾ മറ്റു നടപടികളിലേക്ക് കടക്കണം. ഒരു കൗൺസിലർ എന്നുള്ള നിലയ്ക്ക് ഈ കാര്യത്തിലും എനിക്കും ഒരു തീരുമാനം ഉണ്ടാക്കണം. ഫുഡ് വേസ്റ്റിൻ്റെ കാര്യത്തിൽ നമുക്കിനി അതെങ്ങനെ വിടാൻ പറ്റില്ല. ഈ അക്രമം നമുക്ക് ആവർത്തിക്കാനും നമുക്ക് അതും സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല. കൗൺസിലർ, HI ഉൾപ്പെടുന്ന ഉദ്യോഗസ്ഥ വൃന്ദം പറയുന്ന കാര്യങ്ങൾ ഇവർ കേട്ടേ പറ്റൂ. കേൾക്കാന്നുള്ള തീരുമാനത്തിലാണ് അവർ ആ ജോലിക്ക് വന്നത്. അവരെടുക്കുന്നത് ഫുഡ് വേസ്റ്റാണ്. അത് കൈ കൊണ്ട് എടുക്കുന്നതുകൊണ്ട്, ഗ്ലൗസ് ഇടാതെ തന്നെ എടുക്കുന്നതുകൊണ്ട് അതൊക്കെ നമ്മൾ മാനിക്കണം. അവർക്ക് കഴിഞ്ഞ 10 വർഷത്തെ 2 വാർഡുകളിൽ ചോദിച്ചറിയാം എങ്ങനെയാണ് ഞാൻ ഹരിതകർമ്മസേനക്കാരെ ഫുഡ് വേസ്റ്റ് എടുക്കണവരെ ഞാൻ പരിപാലിച്ചിട്ടുള്ളത്. ഒരു മനുഷ്യനാണ്. കാരണം എൻ്റെ കുടുംബത്തിൽ ഉള്ള ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കാണ്, എൻ്റെ സഹോദരങ്ങളായിട്ട് തന്നെയാണ് ആണിനെയും ആ പെണ്ണിനെയും ഞാൻ അവിടെ കണ്ടിട്ടുള്ളത്. അങ്ങനെ തന്നെയാണ് ഞാൻ അവരെ ട്രീറ്റ് ചെയ്ത് കൊണ്ട് പോയിട്ടുള്ളത്. ആരും എന്നെ മോശം പറയില്ല. അവരുടെ ജോലിയൊന്നും ഞാൻ കളിയാക്കിയിട്ടില്ല, ഇതൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് പുള്ളി പറഞ്ഞ ആരോപണങ്ങളൊക്കെ തെറ്റാണ്. പക്ഷേ എന്നെ ഉപദ്രവിച്ചത് അത് ഒരു മദ്യത്തിൻ്റെ, മയക്കുമരുന്നിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല. ഇത്രയും ആക്രമണകാരിയായിട്ടുള്ള ഒരാളിനെ കഴിഞ്ഞ കൗൺസിലർ എന്തിന് ഇത്രയും നാൾ സഹിച്ചു എന്നുള്ളത് എനിക്ക് മനസ്സിലാവും. ആ പുള്ളിയെ ഒരിക്കൽ മാറ്റി നിർത്തേണ്ടെന്ന സാഹചര്യം വന്നപ്പോൾ പുള്ളി പല RSSകാരെയും BJPക്കാരെയാണ് സമീപിച്ചേക്കുന്നത്, എന്നെ സ്വാധീനിച്ച് തിരിച്ചു കയറാനായിട്ട്. അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് ഇന്ന് കമ്മ്യൂണിസ്റ്റുകാരനാണ് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഈ കമ്മ്യൂണിസ്റ്റുകാരെ കൊണ്ട് എൻ്റെ വീടിൻ്റെ മുന്നിൽ മാർച്ച് നടത്തുക വരെ ചെയ്തത്. അപ്പം യഥാർത്ഥത്തിൽ എൻ്റെ രാഷ്ട്രീയം എന്തുവാണ്? ഞാൻ ഈ ഹരിതകർമ്മസേനക്കാരുടെ കൂടെയോ അല്ലെങ്കിൽ ഈ ഫുഡ് വേസ്റ്റ് എടുക്കുന്ന ഒരുത്തരുടെ കൂടെ, HIയുടെ കൂടെയോ നിങ്ങളുടെ രാഷ്ട്രീയം ഏതെന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. ഇത്രയും വർഷവും ചോദിച്ചിട്ടില്ല. ഇവിടെ വന്നതിന് ശേഷം ഈ 2.5 മാസവും ചോദിച്ചിട്ടില്ല. എനിക്കതറിയേണ്ട കാര്യമില്ല. അവരുടെ ഡ്യൂട്ടി അവർ ചെയ്യുക. അപ്പം ചെയ്തില്ലെങ്കിൽ നമ്മൾ തിരുത്തും. നിവൃത്തിയില്ലാത്തൊരു സാഹചര്യമാണെങ്കിൽ മാറ്റി നിർത്തി പകരം ആളെ വെച്ച് നമുക്ക് ഈ കാര്യം നടന്നേ പറ്റുള്ളൂ, ചെയ്തേ പറ്റുള്ളൂ. അതാണ് സംഭവിച്ചിട്ടുള്ളത്. പക്ഷേ ഇത് അക്രമമെന്ന് പറഞ്ഞാൽ നമുക്ക് വെച്ച് പൊറപ്പിക്കാൻ പറ്റില്ല. അതും വീട് കയറി. അല്ലെങ്കിൽ അവൻ്റെ വീട്ടിൽ ഞാൻ പോയതായിരിക്കണമായിരുന്നു, അല്ലെങ്കിൽ അവൻ്റെ ജോലി സ്ഥലത്ത് ഞാൻ പോയിട്ട് ഞാൻ ധാർഷ്ട്യം കാണിക്കണമായിരുന്നു. ഇതൊന്നും അല്ലല്ലോ സംഭവിച്ചേക്കണം. എൻ്റെ വീട്ടിൽ വന്നിട്ട് അകമല്ലാന്ന് കണ്ട് പുറത്തു പോകാൻ പറഞ്ഞിട്ട് പോകാതെ നിന്ന് ഇത്രയും ചെയ്തെങ്കിൽ അത് പ്രീ പ്ലാൻഡ് ആണ്. അതിൻ്റെ പിന്നിലൊരു ശക്തിയുണ്ട്. ആ ശക്തി നമ്മൾ ക്രമേണ കാണും. പോലീസ് സംവിധാനമൊക്കെ അതിനാണല്ലോ ഉള്ളത്, നിയമ സംവിധാനമൊക്കെ അതിനാണല്ലോ ഉള്ളത്. അപ്പം പോലീസിൻ്റെ ഭാഗത്തു നിന്നൊക്കെ നല്ല രീതിയിലുള്ളൊരു സഹകരണം, അല്ലെങ്കിൽ ഉടനെ അറസ്റ്റ് ചെയ്യില്ലല്ലോ. അപ്പം എത്ര സപ്പോർട്ട് ഇനിയും ബാക്കി പ്രഷറിൻ്റെ കാര്യമൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇതുവരെ ഉള്ളതെല്ലാം തൃപ്തികരമാണ്. വേദന ഞാൻ അനുഭവിക്കണമെങ്കിലും നമുക്കൊരു നീതി കിട്ടിയതായിട്ടാണ് ഇപ്പോൾ എനിക്ക് തോന്നണേ. ഇനി നാളത്തെ കാര്യം അറിയില്ല.